ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫയസ് ചെയ്യുന്നത് ഇപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ടീഷർട്ട് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും ചോദിച്ചു ഇത് എങ്ങനെയാണ് വാങ്ങുന്നത്, അപ്പോൾ തന്നെ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തതെന്നൊക്കെ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്ത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അതെ അങ്ങനെ വീഡിയോയിൽ അതിനായിട്ട് ആദ്യം തന്നെ ജസ്റ്റ് ഗൂഗിൾ എടുത്തതിന് ശേഷം കസ്റ്റം ടീഷർട്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ UR പ്രിൻ്റ് എന്നുകൊണ്ട് വെബ്സൈറ്റ് വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്, ടീഷർട്ട്, ഹുഡി, ജാക്കറ്റ്, അങ്ങനെ കുറേ ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കസ്റ്റം മെൻസ് ടീഷർട്ട് കാണാം. ഫസ്റ്റ് തന്നെ അതെടുക്കുക. വുമൺസ് ആണെങ്കിൽ വുമൺസ് എടുക്കാം. പിന്നെ ഇവിടെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ വൈറ്റ് പോളിസ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു സംഭവം വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അടിയിൽ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോളിസ്റ്റർ ഉണ്ട്, ഡ്രൈ ഫിറ്റ് ഉണ്ട് മെറ്റീരിയൽ. അപ്പോൾ ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സൈസ് മീഡിയം, ലാർജ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കിലും സ്ലീവ്സിലൊക്കെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്രയുള്ള സംഭവം ഇനി നമുക്ക് ഇതിൽ ഇമേജും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്തതിന് ശേഷം നാസ ദോശ ലോഗോ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ലോഗോ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഗൂഗിൾ ഒന്നും കൂടി എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിന് ശേഷം ഇവിടെ പിക്സൽ കട്ട് എന്നുകൊണ്ട് വെബ്സൈറ്റ് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഇമേജ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ദോശ ഇമേജ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ലോഗോ മാത്രമായിട്ട് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഫ്രീ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ സംഭവം ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ആ വെബ്സൈറ്റ് ഒന്നും കൂടി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഇവിടെ ആഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഞാൻ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഫ്രം ഡിവൈസ് കൊടുത്താൽ നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലുതാക്കുകയാണ്. ഇങ്ങനെ എനിക്ക് വലിയ ലോഗോ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതാക്കി അണ്ട് ജസ്റ്റ് സെൻറ്ററിലാക്കി ഇങ്ങനെ വയ്ക്കാം. നിങ്ങൾക്ക് സെൻറ്റർ വേണമെങ്കിൽ സെൻറ്റർ, അല്ലെങ്കിൽ താഴത്ത് വേണമെങ്കിൽ സെൻറ്ററായിരിക്കും ഭംഗി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ്. അതിനുശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കേണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. സൈസ് സംഭവങ്ങളൊക്കെ കറക്റ്റല്ലേ നോക്കാം. അതിനുശേഷം ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ് ടോട്ടൽ എത്രയാണെന്ന് കാണിക്കും. ഇവിടെ 29 ക്യാഷ് ബാക്ക് കിട്ടുന്നത് കാണിക്കും. ഇപ്പോൾ 215 നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് പ്രൈസൊക്കെ മാറും. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇനി ജസ്റ്റ് ഇവിടെ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അപ്പോൾ ഇനി UPI വേണമെങ്കിൽ UPI യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാഷ് കൊടുക്കുക. അതിന് ശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് വരും, ചിലത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൽ ഡേറ്റ് കാണിക്കും, ഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ് കാണിക്കുക എന്നവരാണ്. അപ്പോൾ എന്തായാലും അത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.